മക്കളെ, സോ നമ്മുടെ മാർവൽസ് ഓഫ് സ്കൈ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ കുറേ അധികം ടോപ്പിക്സും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ എക്സാമിന് എൻ്റെ മക്കൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്താണ് ഫുൾ മൂൺ എന്ന് പറയുന്നത്, എന്താണ് ന്യൂ മൂൺ ഡേ എന്ന് പറയുന്നത്. ഫുൾ മൂൺ എന്ന് പറഞ്ഞാൽ പൗർണമി. അപ്പോൾ എന്താണ് പൗർണമി, എന്താണ് അമാവാസി എന്നുള്ള കാര്യം നിങ്ങൾക്ക് എക്സാമിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്തായാലും എക്സാമിന് ചോദിക്കും. അപ്പോൾ ഇത് സിമ്പിളായിട്ട് പഠിക്കാനുള്ള ഒരു കോഡാണ് എൻ്റെ മക്കൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മിസ് സെറ്റാക്കി തരാൻ പോകുന്നത്. സോ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണുക. മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലോട്ടും ചറപറാന്നാണ്ട് പറഞ്ഞ് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഫുൾ മൂൺ. ഫുൾ മൂൺ എന്ന് പറഞ്ഞാൽ പൗർണമി എന്താന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കോഡാണ് സെമ്മ് ഫുൾ എന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ, സെമ്മ് ഫുൾ, SEM ഫുൾ, സെമ്മ് ഫുൾ എന്ന് പഠിക്കാം. അപ്പോൾ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സണ്ണാണ്. ദെൻ ഇ എന്ന് പറഞ്ഞാൽ നമ്മുടെ എർത്ത് ആണ്, ഭൂമി. ദെൻ എം എന്ന് പറഞ്ഞാൽ മൂണാണ്. അപ്പം ചന്ദ്രൻ, ഭൂമി, സൂര്യൻ. ഈ ഒരു ഓർഡറിലാണെങ്കിൽ സൺ, എർത്ത്, മൂൺ, അതായത് സൂര്യൻ, ഭൂമി, ചന്ദ്രൻ, ഈ ഒരു ഓർഡറിലാണെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം ചന്ദ്രനെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി പറ്റും. അതാണ് ഫുൾ മൂൺ ഡേ അല്ലെങ്കിൽ പൗർണമി എന്ന് നമ്മൾ പറയുന്നത്. പൗർണമി. ഓക്കെ, അതായത് സൂര്യനിൽ നിന്നുള്ള പ്രകാശം, അപ്പോൾ അത് സൂര്യൻ എന്ന് വിചാരിക്കുക, സൂര്യനിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ എർത്തിലോട്ട് തട്ടുന്നു. ഓക്കെ, അതിനുശേഷം നമ്മുടെ മൂൺ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ നോക്കിക്കേ, മൂണിൻ്റെ ഈ ഒരു ഭാഗത്തോട്ടാണ് സൂര്യൻ്റെ പ്രകാശം കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഭൂമിയിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ചന്ദ്രൻ്റെ ഭാഗം മുഴുവനായിട്ട് കാണാൻ പറ്റും, അതായത് ഒരു ഭാഗം മുഴുവനായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് പൂർണ്ണ ചന്ദ്രനായിട്ട് കാണാൻ പറ്റും. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫുൾ മൂൺ അല്ലെങ്കിൽ പൗർണമി എന്ന് പറയുന്നത്. അതായത് ഇത് സണ്ണാണ്, ദെൻ പിന്നെ ആരുണ്ട്, എർത്ത് ഉണ്ട്, ഭൂമിയുണ്ട്, പിന്നെ അതുകൂടാതെ തന്നെ മൂണുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സൂര്യനിൽ നിന്ന് വരുന്ന ഈ ഒരു പ്രകാശം മൂണിൻ്റെതേ ഈ ഒരു ഭാഗത്തോട്ടാണ് തട്ടുന്നത്. അപ്പോൾ ഭൂമിയിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ചന്ദ്രനേതേ വെളിച്ചത്തിൽ കാണാൻ പറ്റില്ലേ, മുഴുവനായിട്ട് അതിൻ്റെ ഒരു ഭാഗം കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു 3D ഷേപ്പാണെന്ന് ആലോചിക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് മുഴുവനായിട്ട് കാണാൻ പറ്റുന്നത് കൊണ്ട് ആ ഒരു ദിവസത്തെ നമ്മൾ എന്ത് പറയും, ഫുൾ മൂൺ അല്ലെങ്കിൽ പൗർണമി എന്നാണ് പറയുന്നത്. കിട്ടിയോ? ഇനി രണ്ടാമത്തെ കാര്യമാണ് എന്താണ് ന്യൂ മൂൺ. ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ അമാവാസി. ചന്ദ്രനെ നമുക്ക് കാണാൻ പറ്റാത്തതിനെയാണ് അമാവാസി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതെങ്ങനെ കാണാതിരിക്കാൻ പറ്റുക? അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ്, സൂര്യന് മാറ്റമൊന്നുമില്ല, സൺ അവിടെയുണ്ട്, സൺ, സൂര്യൻ. ഈ നേരത്തെ പറഞ്ഞതിൽ മാറ്റം, മൂൺ, മൂൺ, ചന്ദ്രൻ, ഈ എർത്ത്, ഭൂമി. ഈ ഒരു ഓർഡറിലാണെങ്കിലാണ് ഇതിന് നമ്മൾ എന്ത് പറയുക, ന്യൂ മൂൺ അല്ലെങ്കിൽ അമാവാസി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അതായത് യെസ് മീ ന്യൂ എന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, യെസ് മീ ന്യൂ എന്ന് പഠിച്ചു വയ്ക്കുക, അപ്പോൾ കിട്ടും. അല്ലെങ്കിൽ സെം ഫുൾ എന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റാണ് ന്യൂ മൂൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഇവിടെ നമ്മുടെ സൂര്യനുണ്ട്, സണ്ണുണ്ട്, പിന്നെ നടുവിൽ ആരാ വരുന്നത്, നമ്മുടെ മൂണാണ് വരുന്നത്, പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ എർത്ത് വരുന്നു. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ന്യൂ മൂൺ ഡേ എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മുടെ സൂര്യൻ്റെ പ്രകാശം ചന്ദ്രൻ്റെതേ ഈ ഒരു ഭാഗത്തോട്ടാണ് തട്ടുന്നത്, ഈ ഭാഗത്ത് തട്ടുന്നില്ല. അപ്പോൾ ഭൂമിയിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഇരുട്ടായിട്ടുള്ള ഭാഗമാണ് കാണുന്നത്, ഡാർക്ക് റീജിയൻ ആണ് കാണുന്നത്. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ നമുക്ക് ചന്ദ്രനെ കാണാൻ വേണ്ടി പറ്റുന്നില്ല. സോ അതിനെയാണ് നമ്മൾ ന്യൂ മൂൺ അല്ലെങ്കിൽ അമാവാസി എന്ന് പറയുന്നത്. അമാവാസി. ക്ലിയർ? റെഡി ആണോ? സോ ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കണം. ഈ ഒരു രീതിയിൽ വരികയാണെങ്കിൽ സൂര്യൻ, ഭൂമി, ചന്ദ്രൻ വരികയാണെങ്കിൽ ഇതിനെ നമ്മൾ ഫുൾ മൂൺ എന്ന് പറയും. ഫുൾ മൂൺ ആണ് അല്ലെങ്കിൽ പൗർണമിയാണ്. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് സൺ, മൂൺ ആൻഡ് എർത്ത് വരികയാണെങ്കിൽ ഈ ഒരു ഓർഡറിലാണെങ്കിൽ അതിന് നമ്മൾ ന്യൂ മൂൺ അല്ലെങ്കിൽ അമാവാസി എന്നാണ് പറയാം. ഓക്കെ, ഈ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയോ? ഇത് എക്സാമിന് ഷുവറായിട്ട് ചോദിക്കുന്നതാണ്. മക്കളെല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിച്ചിരിക്കാം. ഓക്കെ, ദെൻ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ഒത്തിരി വീഡിയോസിനും ലൈവ് ക്ലാസ്സിനും ഷോർട്സിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. സോ ലവ് യു ഓൾ, ബൈ ബൈ.